നമ്മളിപ്പോൾ കേൾക്കുന്നത് നാഗപൂജയുടെ മേളമാണ് കേൾക്കുന്നത്. എന്താണ് നാഗപൂജ, എന്താണ് അതിലെ ശാസ്ത്രീയത, അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത്, ഈ വോയിസ് ഇടുന്നത്. നാഗപൂജ എന്ന് പറഞ്ഞാൽ നാഗങ്ങളെ നമ്മൾ ആരാധിക്കുന്നു. അത് പ്രകൃതിയുടെ ഭാഗമായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു ഇൻറ്റേർണൽ നാഗമുണ്ട്. അതാണ് കുണ്ടലിനി ശക്തി എന്നൊക്കെ പറയുന്നത്. അതായത് നമുക്ക് രണ്ട് തരം എനർജികളുണ്ട്. ഒന്ന് ഫെമിനൈൻ എനർജി ആയിട്ടുള്ള വൈറ്റൽ എനർജിയും മെയിൽ എനർജി ആയിട്ടുള്ള കോസ്മിക് എനർജിയും. ഈ രണ്ട് എനർജിയും ബാലൻസ് ചെയ്ത് മുകളിലേക്ക് ഉയർത്തി നമ്മുടെ ശിരസിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് സഹസ്രാരപത്മം വിരിയും എന്ന് പറയാം. സഹസ്രാരപത്മം വിരിയുക എന്ന് പറഞ്ഞാൽ ബോധമുണരുക, ബോധോദയവാനാകുക എന്നൊക്കെയാണ് യോഗാശാസ്ത്രത്തിൽ പറയുക. ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് എത്തുന്നതിൻ്റെ ഒരു സിംബലൈസേഷനാണ് ഈ രണ്ട് നാഗങ്ങളെ കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ കേരളത്തിലെ കാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകൃതിയുടെ സംരക്ഷണാർത്ഥം നമ്മൾ കാവുകൾ സംരക്ഷിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തു. നാഗാരാധനയും, അതായത് നമ്മുടെ ഈ കുണ്ടലിനി ശക്തിയെയും, നാഗാരാധന, കാവുകളുടെ സംരക്ഷണം, ഇതൊക്കെ പ്രകൃതി സംരക്ഷണം, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നമ്മുടെ ബുദ്ധിയുള്ള കാരണവന്മാർ വികസിപ്പിച്ചെടുത്ത ഒരു സമ്പ്രദായമാണ് നാഗാരാധന. നാഗപൂജ വെറുതെ ചെയ്തുകൊണ്ട് നമ്മൾ കാര്യമില്ല. അതിന് പ്രകൃതിക്ക് വേണ്ട പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ചേര അതുപോലുള്ള ജീവികളെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യരുത്. കാര്യം അത് സംരക്ഷിക്കപ്പെടേണ്ട ജീവികളാണ്. ചേര ഉണ്ടെങ്കിൽ നമ്മുടെ കൃഷി നശിപ്പിക്കുന്ന എലികൾ അതുപോലുള്ള ജീവികളെ ഇല്ലായ്മ ചെയ്തു വരും. അപ്പോൾ കർഷകൻ്റെ ഒരു മിത്രമാണ് ചേര. അപ്പോൾ അതുപോലുള്ള ജീവികളൊക്കെ സംരക്ഷിക്കപ്പെടുന്നത് ഈ കാവുകളിലാണ്. അതുപോലെ തന്നെ മൂങ്ങ അതുപോലുള്ള എലികളെ നശിപ്പിക്കുന്ന പല ജീവികളും കാവുകളിലാണ്. ഉപ്പൻ അതുപോലുള്ള പക്ഷികളൊക്കെ മുട്ടയിടുന്നതും ഒക്കെ കാവുകളിലാണ്. അപ്പോൾ അതുപോലുള്ള ജീവികൾ സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കാവുകൾ ഉണ്ടായിരിക്കണം. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന മനുഷ്യവർഗമാണ് ഈ ഭാരതീയ ഹിന്ദു തത്വശാസ്ത്രം മുഴുവൻ കൃഷിയെ ആശ്രയിച്ച് നിലനിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ കുണ്ടലിനി ശക്തി. അതായത് നമ്മുടെ ഇൻറ്റേർണൽ എനർജിയെ കൺവേർട്ട് ചെയ്ത് അപ്വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിരസിലേക്ക്, നമ്മുടെ എനർജിയെ മുഴുവൻ ശിരസിലേക്ക് എത്തിക്കുക. അതായത് ബോധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബുദ്ധിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അല്ലാതെ വേസ്റ്റ് ചെയ്ത് കളയാനുള്ളതല്ല. ആ എനർജിയെ മുഴുവൻ കൃത്യമായിട്ടുള്ള അലൈൻമെൻ്റ് ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരമാണെങ്കിലും നമ്മുടെ കോസ്മിക് എനർജി, അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ലഭിക്കുന്ന എനർജി ആയാലും അതിനെ കൃത്യമായിട്ട് അലൈൻ ചെയ്ത് നമ്മുടെ ഉള്ളിലൂടെ എത്തിച്ച് നമ്മുടെ ശിരസിലെത്തിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ധർമ്മം. നമ്മൾ കഴിക്കുന്ന ആഹാരം നമുക്ക് വേണമെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ട് നഷ്ടപ്പെടുത്താം, കുറേ വാചകം അടിച്ച് വേണമെങ്കിൽ നഷ്ടപ്പെടുത്താം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിലും പോയി ഇടപെട്ട് നശിപ്പിച്ച് കളയാം, ലൈംഗികതയെ കൂടെ നശിപ്പിച്ച് കളയാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എനർജിയെ നശിപ്പിച്ച് കളയാൻ പറ്റും. പക്ഷേ അത് കൃത്യമായിട്ട് നമ്മൾ അലൈൻ ചെയ്ത് നമ്മുടെ ശിരസിലേക്ക് എത്തിക്കുക എന്നുള്ള കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള അലൈൻഡായിട്ടുള്ള ഒരു ശരീരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോധപരിണാമം സംഭവിക്കും. ബോധപരിണാമമാണ് ഈ നമ്മുടെ ബുദ്ധന്, ശ്രീനാരായണ ഗുരു അതുപോലുള്ള ഒരുപാട് മനുഷ്യർ, രമണ മഹർഷി അതുപോലുള്ള ഒരുപാട് മനുഷ്യർ നമ്മളോട് ഉപദേശിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാർ മുഴുവൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും മഹാഭാരതവും രാമായണവും എല്ലാം രചിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഈ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം രചിക്കപ്പെട്ടത്. ഭാരതീയൻ്റെ മുഴുവൻ ആത്മീയ ശാസ്ത്രങ്ങളും ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഒറ്റ സെൻറ്ററിൻ്റെ ചുറ്റുമായിട്ടാണ് ഈ മുഴുവൻ തത്വശാസ്ത്രങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാഗാരാധനയുടെ യഥാർത്ഥ ഇൻറ്റേർണൽ എസൻസ് എന്തുവാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്.